അപ്പോൾ നമ്മുടെ 14 ദിവസത്തെ വെയ്റ്റ് ലോസ് ചലഞ്ചിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് ഇന്നലെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്തിട്ട് എത്ര കുറഞ്ഞിട്ടുണ്ടോ, അപ്പോൾ എന്തൊക്കെ കഴിച്ചു, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇന്ന് എണീറ്റത് 4 മണിക്കാണ് കേട്ടോ. ഒന്ന് നീനോട്ടിക്ക് എന്നും ഇവിടുന്ന് ലീവ് കഴിഞ്ഞ് പോകുന്ന ദിവസം 2 മണിക്കാണ് ഡ്യൂട്ടി ഉണ്ടാവാറുള്ളത്. ഇന്നൊക്കെ 7 മണിക്കാണ്. അപ്പോൾ 5:30 5:45 ഇവിടുന്ന് പോകണം. അപ്പോൾ ആ സമയം 5:10 ആയിട്ടുണ്ട്. ഞാൻ അവളെ ഉണർത്തിയതിന് ശേഷം ഞാൻ കിടന്നു കേട്ടോ. കാരണം ഇന്നലെ ഞാൻ കിടന്നപ്പോൾ തന്നെ 1 മണി കഴിഞ്ഞിട്ടുണ്ട്. അവളെ അയൺ ചെയ്യാനൊക്കെ കൊണ്ടുപോകാനുള്ളതൊക്കെ അയൺ ചെയ്യലും എടുത്ത് വെക്കലും അങ്ങനെ കുറേ പണികൾ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഓക്ക് ഇങ്ങനെ ചെറുതായിട്ടൊരു ജലദോഷം ഉണ്ട്. അപ്പോൾ ഓക്ക് അലർജീൻ്റെ ഗുളിക കൊടുത്തിട്ടുണ്ടായിരുന്നു നീനൂട്ടിക്ക്. അപ്പോൾ അത് കഴിച്ച് ഓൾ ഉറങ്ങിപ്പോയിട്ട് പിന്നെ അവളെ എഴുന്നേറ്റത് ഒരു രാത്രി 11 മണിക്കാണ്. അപ്പോൾ അതിന് ശേഷമാണ് അവൾ കുളിച്ചതൊക്കെ. അപ്പോൾ ഇത് പോകാനുള്ളത് കൊണ്ട് കുളിക്കൽ നിർബന്ധമാണ്, പോകണ്ടേ. രാവിലെ എഴുന്നേറ്റ് കുളിക്കാൻ നേരമില്ല, നേരത്തെ പോകാനുള്ളത് കൊണ്ട്. അപ്പോൾ ഇന്നലെ ഒരു ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു തന്നെ പറയാം. അപ്പോൾ ഞാൻ 4 മണിക്ക് എണീറ്റ് അവളെ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് കേട്ടോ. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, അവളെ പോയിട്ട് വേണം കിടക്കാൻ എന്നുള്ള ഒരൊറ്റ ചിന്തയിലാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെ ഉള്ള ഒരു 5:30 5:40 ആയിട്ട് ഇറങ്ങണ ഫസ്റ്റ് ബസ്സിനാണ് അവൾ പോവാറുള്ളത് കേട്ടോ. അങ്ങനെ അവൾ അത് അവളപ്പച്ച് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നല്ല മഞ്ഞുണ്ട്, തണുപ്പുണ്ട് അല്ലേ. ഇപ്പോൾ ഡിസംബറിലേക്കൊക്കെ ഉള്ള കടത്തല്ലേ, നവംബർ ഡിസംബറൊക്കെ ആകുമ്പോൾ നല്ല തണുപ്പൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഓളെ പറഞ്ഞേച്ച് ഞാൻ അങ്ങോട്ട് കിടന്നിട്ട് പിന്നെ ഞാൻ എഴുന്നേൽക്കുന്നത് ഒരു 10-10:30 കേട്ടോ. ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ കിടന്നതാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഒരു പരിപാടി കഴിഞ്ഞിട്ടില്ല. ഉറക്കം കേട്ട് ശരിയാവട്ടെ എന്ന് കരുതി. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നതിനെ കുറച്ച് മുമ്പായിട്ട് എൻ്റെ ഹസ്ബൻഡ് എണീറ്റിട്ടുണ്ടായിരുന്നു. മൂപ്പരിതാ എണീറ്റ് ഇന്നത്തെ നമ്മുടെ അടുക്കളയുടെ ബാക്കി ക്ലീനിങ് പരിപാടിയൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഞാൻ എഴുന്നേറ്റ് നോക്കുന്ന ഐറൂസും പിന്നാലെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുന്നേ ഇവിടെ പരിപാടികളൊക്കെ ഇങ്ങനെ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഇങ്ങനെ ചെയ്യാണ്. അപ്പോൾ ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ ഉള്ളത് ഇപ്പോൾ ഒരു ലഞ്ചായിട്ടുണ്ട്. ഞങ്ങൾ കഴിച്ചപ്പോൾ 11:30 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് ഈ ഒരു കടലയാണ്. ഈ കടല എന്ന് പറയുന്നത് ഗ്രീൻ പീസിൻ്റെ ടേസ്റ്റാണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കുക്ക് ചെയ്യണത്. ഗ്രീൻ പീസ് കടല ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ട്, എന്നാൽ കാണാനും കാബൂളി കടലിൻ്റെയൊക്കെ ആ ഒരു മോഡൽ കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനത് വേവിച്ച് പിന്നെ അതിലേക്ക് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ഒന്ന് തൂമിച്ചെടുക്കുകയാണ്. അപ്പോൾ എനിക്കും മോളൂനും വേണ്ടിയിട്ട് ഇത് അവിടെ ചായ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഒരു 4 മണി ആ സമയത്ത് നിർത്തിയതല്ലേ. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ മുതലേ നല്ല വിശപ്പുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എണീക്കുമ്പോൾ തന്നെ 10 മണി കഴിഞ്ഞതുകൊണ്ട് പിന്നെ ഇനി വെയിറ്റ് ചെയ്യാനൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം മക്കൾക്കൊക്കെ ഒന്ന് കൊടുക്കണ്ടേ, പിന്നെ ഐറൂസിന് കൊടുക്കണം, എൻ്റെ ഹസ്ബൻഡിന് കൊടുക്കണം. മൂപ്പരാണെങ്കിൽ അവിടെ ചെറിയ ക്ലീനിങ് പരിപാടിയിലുണ്ടോ. സത്യം പറയാലോ, എനിക്ക് ഇങ്ങനെ അടക്കി പൊറുക്കി ഇങ്ങനെ വെക്കുക എന്നുള്ളത് എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനാണെങ്കിൽ അങ്ങനെ ഇങ്ങോട്ട് അടക്കി പൊറുക്കി വെക്കുന്ന ടൈപ്പൊന്നുമല്ല. ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇടും. അതിൽ നിന്ന് നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിക്കുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. എൻ്റെ മെഷീൻ്റെ സാധനങ്ങളും നൂലും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിങ് പറയും അത് അങ്ങനെ അൾക്കിലിട്ട് വെച്ചൂടെ, ഇതൊക്കെ നൂലൊക്കെ നല്ല വൃത്തിയിൽ ഇങ്ങനെ പെട്ടിയിലാക്കി വെച്ചൂടെ എന്നൊക്കെ. പക്ഷേ എനിക്കതൊന്നും വലിയ താല്പര്യമില്ല. ഞാൻ എല്ലാം കൂടെ ഒരു കവറിലോ അല്ലെങ്കിൽ എല്ലാ നൂലും ഒക്കെ കൂടെ അങ്ങോട്ട് ഒരു പാത്രത്തിലിട്ടേക്കും, എന്നിട്ട് അതിൽ നിന്ന് തിരഞ്ഞ് കണ്ടുപിടിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഓരോ വിക്രസാണ് എനിക്ക് കേട്ടോ. അപ്പോൾ മൂപ്പർ അവിടെ അങ്ങനെ ഓരോ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിൽ അടുക്കി പെറുക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നല്ല മൂപ്പർക്കും വിശക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ വേഗം ദോശയൊക്കെ ചൂടാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റില്ലല്ലോ, അവർക്കൊക്കെ കൊടുത്തിട്ട് വേണ്ടേ നമുക്ക് കഴിക്കാനായിട്ട്. അങ്ങനെ എല്ലാവരും കഴിച്ചതിന് ശേഷമാണ് ഞാൻ ഇരുന്ന് കഴിക്കുന്നത്. അപ്പോൾ ഇന്നലെ കൊണ്ടുവന്നൊരു ചപ്പാത്തി ഉണ്ടായിരുന്നു, നമ്മൾ പാക്കറ്റ് ചപ്പാത്തി. അപ്പോൾ അതുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു ചപ്പാത്തി എടുത്തു, പിന്നെ ഒരു അപ്പമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നല്ലൊരു കപ്പ് ചായയും. അപ്പോൾ ഞാനിത് കഴിക്കുന്ന സമയം എന്ന് പറയുകയാണെങ്കിൽ 12 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെ കരുതിക്കൂട്ടി ചെയ്തതൊന്നുമല്ല, അറിയാതെ അങ്ങനെ അവിടെ ആയതാണ്, ഉറങ്ങി എഴുന്നേറ്റ് അങ്ങനെ ലേറ്റ് ആയതാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയും കടലക്കറിയും പിന്നെ എന്താ പറയുക, ഇത് അപ്പം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ചുട്ടത് പൊടി കലക്കി പറഞ്ഞിട്ടുള്ള അപ്പമാണ്. ഇത് മാവ് അരച്ചിട്ടുള്ള ദോശമാവിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു ഇന്നലത്തെ. അപ്പോൾ ഞാൻ അതും ഇങ്ങനെ ഫ്രിഡ്ജിലുള്ളത് പുറത്ത് വെച്ചൊന്ന് തണുപ്പ് പോയതിന് ശേഷം ഞാൻ ചുട്ടെടുത്തു. അതിൽ നിന്ന് 1-2 ഇതും തിന്നു. അങ്ങനെ ആകെ ഒരു 3-4 ചുടാനുള്ള മാവ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ
ഞാൻ അതിൽ നിന്ന് ഒരു അപ്പം അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചപ്പാത്തി എടുത്തു. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കടല എടുത്തിട്ടുണ്ട്. നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ 18 മണിക്കൂറൊന്നുമല്ല, അതിലേറെ ഫാസ്റ്റിംഗ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല വിശക്കണുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിച്ച് ഒന്ന് വയറ് നിറച്ചു. ഇത് കഴിക്കുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനേ അങ്ങനെ താല്പര്യമുണ്ട്. ഒക്കെ വാരി വലിച്ച് കഴിക്കാനാട്ടോ ഊതിണ്ടായിരുന്നു, അത്രയും വിശപ്പുണ്ടായിരുന്നേ. അങ്ങനെ അപ്പം കഴിച്ചു. നല്ലൊരു ചായ കുടിച്ചപ്പം എനിക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, തീർന്നു. പിന്നെ നമ്മുടെ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് നല്ല നല്ല കമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. പിന്നെ അതിൽ നമ്മുടെ ഷെമില എന്ന് പേരുള്ള ഒരു ഫ്രണ്ട് ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹായ് ഷെമില, സുഖമാണോ? അപ്പം എല്ലാവരും എന്താ പറയുക, ഒരുപാട് സപ്പോർട്ട് ചെയ്തു. സപ്പോർട്ടിനൊക്കെ നല്ല രീതിയിലുള്ള കമൻസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ അല്ലേ. അപ്പം എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. അപ്പം ഞാൻ പിന്നെ ഇതാ നമ്മൾ ഉച്ചയ്ക്ക് ഇന്ന് നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചതും ഒക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ചിക്കൻ കറിയൊക്കെയാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് കാടമുട്ടയും സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പുഴുങ്ങിയെടുക്കണം. ഐറൂസൊക്കെ ഉള്ളതല്ലേ, അവനൊക്കെ കൊടുക്കാമെന്ന് കരുതിയിട്ട് അത്യാവശ്യം കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതും പിന്നെ ഉണ്ട്, മോളും ഉണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ നല്ല രീതിയിൽ അരിഭക്ഷണമൊക്കെ കഴിച്ചതുകൊണ്ട് ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കണം. പിന്നെ രണ്ടാമത് കഴിക്കുന്ന ഇത് ഇപ്പോൾ ഈ കഴിച്ചാണ് നിർത്താനാണുള്ള പരിപാടി. അപ്പോൾ കഴിക്കുന്ന ഫുഡ് നമ്മൾ കുറച്ചൊരു വിറ്റാമിൻസും ഒക്കെ ഉള്ള നമുക്ക് ആവശ്യമുള്ള പിന്നെ എന്താ പറയുക കാര്യങ്ങളൊക്കെ ഉള്ള പ്രോട്ടീനും ഒക്കെ ഉള്ള ഒരു സംബന്ധന കഴിക്കാമെന്ന് കരുതിയിട്ട് മുട്ടയും പിന്നെ ഒരു കഷ്ണം ചിക്കൻ പൊരിച്ചതും എടുത്തിട്ടുണ്ട്. പിന്നെ മോളും ഇങ്ങനെ ബട്ടർ കോഫി ഉണ്ടാക്കില്ലേ എന്ന് ചോദിച്ചപ്പോൾ ബട്ടർ കോഫി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും മോളൂനും കൊടുത്തു, ഞാനും കഴിച്ചു. അങ്ങനെ കഴിക്കുന്നത് ഞങ്ങളൊരു 3-3:30 ആ ഒരു സമയത്താണ് കേട്ടോ. അപ്പോൾ തന്നെയാണ് ഇതും കഴിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം കുറച്ച് പണികൾ ഇവിടെ ഇങ്ങനെ ഞാൻ പറഞ്ഞ ക്ലീനിങ് പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് പിന്നെ എല്ലാം ലേറ്റായിട്ടാണ് നടക്കുന്നത്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ നമ്മൾ 12 മണിക്ക് കഴിച്ചതുകൊണ്ട് ഉച്ചക്കത്തെ ചോറും ഒക്കെ കഴിച്ചപ്പോൾ 3-3:30 ആയിട്ടുണ്ട്. അപ്പം ഇത് കഴിച്ചിട്ട് അങ്ങോട്ട് നിർത്താം എന്നായിരുന്നു എൻ്റെ ഒരു പ്ലാന്. അങ്ങനെ ഞാൻ നിർത്തി കഴിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ മോള് നാളെ മുതൽ, അതായത് സൺഡേ മുതൽ, ഇതിപ്പോൾ ശനിയാഴ്ചത്തെ വീഡിയോ ആണല്ലോ, അപ്പോൾ ഞായറാഴ്ച മുതൽ മോളും കുറച്ചൊരു 2-10 ദിവസമെങ്കിലും സ്ട്രിക്റ്റ് ആയിട്ട് ഇതായിട്ട് ചെയ്യാമെന്നുള്ള പ്ലാനായിരുന്നു. കാരണം ഓളും ഉണ്ട്. നമ്മളെ ചെറിയൊരു ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത് 13-14 തീയതികളിൽ. അപ്പോഴേക്കുള്ള വെയിറ്റ് കുറക്കാനുള്ള പരിപാടിയാണ് നമ്മൾ നടത്തി കൊടുക്കുന്നതാണല്ലോ. അപ്പം ഓളുണ്ട്, അവളുണ്ടാവില്ല ആ ഒരു ട്രിപ്പിനെ. പോക്കും കുറച്ചൊന്ന് വെയിറ്റ് കുറക്കണം. ഓൾ 60 എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 63 ആയിട്ടുണ്ട്. അപ്പം ഓൾക്ക് 60 തന്നെ ആക്കണം എന്ന് പറഞ്ഞാൽ ഒരു 3 കിലോ കുറക്കണം. അപ്പോൾ 10 ദിവസം സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇന്നോള് എന്താ പറയുക ലോഡർ ഫ്രൈസ് വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. നാളെ മുതൽ സ്ട്രിക്റ്റ് ആയിട്ട് തുടങ്ങാമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും 2 പാർസൽ 2 ഫുള്ളായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒന്ന് ഓളും ഐറൂസും ഒക്കെ കഴിച്ചു. ഒന്നുകൊണ്ട് ഇതുമൂന്ന് കൊടുത്തു, പിന്നെ എൻ്റെ ഹസ്ബൻഡിന് കൊടുത്തു. അപ്പോൾ ഞാനിങ്ങനെ എന്താ ഇപ്പോൾ പറയാം, എടുത്ത് വെക്കാം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുന്നു. പക്ഷേ ഒരുപാടൊന്നും കഴിച്ചില്ല. ഇതിൽ നിന്ന് ഞാൻ അപ്പോൾ കഴിക്കുന്ന ഒരു 2 സ്പൂൺ കേട്ടോ, 2 സ്പൂൺ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. പക്ഷേ എന്താ പറയുക, നമ്മളെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്നുള്ള ആ ഒരു സംഭവം പൊളിഞ്ഞു, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഒരുപാട് നമ്മൾ 4-5 സ്പൂൺ വാരി വിളിച്ച് കഴിക്കുകയും ചെയ്തില്ല. കഴിക്കുന്ന നിങ്ങളുടെ മുന്നിൽ കാണുന്ന കഴിക്കുന്ന ഒരു 2-3 സ്പൂണേ കഴിച്ചുള്ളൂ. ഇത് വേണമെങ്കിൽ എനിക്ക് കാണിക്കാതിരിക്കുന്നു, പക്ഷേ അങ്ങനെയല്ലല്ലോ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ആത്മാർത്ഥതയോടൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് കരുതി ഇങ്ങനെ 2 സ്പൂൺ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് നാളെ, ഇന്നിപ്പോൾ തുടങ്ങുമ്പോൾ 12 മണി, നമ്മൾ ഫാസ്റ്റിങ് കട്ട് ചെയ്യുന്നത് 12 മണിക്കാണല്ലോ, അതേപോലെ നാളെ കുറച്ച് നേരം വൈകിട്ട് കട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ എന്തായാലും വെയിറ്റ് എത്രയെന്ന് അറിയണ്ടേ, അതിനാവുമല്ലോ എല്ലാവരും കാത്തു നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു ദിവസം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ് ചെയ്തപ്പോൾ നമ്മൾ 600 ഗ്രാമാണ് കുറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇന്നത്തെ വെയിറ്റ് കണ്ടോ 91.05 ആണ്. അപ്പോൾ നാളെ ഇനി എത്ര വെയിറ്റ് എന്നുള്ളതൊക്കെ നമുക്ക് കാണിക്കാം. അപ്പോൾ നാളെ വീഡിയോ ആയിട്ട് വരാം. ബൈ.